ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധൻസാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് ഓയിലിൽ വെച്ചിട്ട് ഇട്ടിട്ട് അങ്ങനെ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കുന്നില്ല, നമ്മളൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളൊരു ഫില്ലിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചിക്കനോ മുട്ടയോ മീനോ ഒന്നും വെച്ചിട്ടല്ല ചെയ്യുന്നത്. ജസ്റ്റ് സിമ്പിളായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് നമുക്കിതിന്. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്ര അളവാണോ ആവശ്യം അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 6 എണ്ണത്തിൻ്റെ അളവിലാണ് ഗോതമ്പ് പൊടി എടുത്തത്. അപ്പോൾ 6 സ്നാക്കാണ് ഇവിടെ കിട്ടുന്നത് എനിക്ക്. അപ്പോൾ ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നില്ലേ, അതുപോലെ തന്നെയാണ് നമ്മളിത് കുഴക്കുന്നത്. കാരണം ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തുകയാണ് പിന്നെ ചെയ്യുന്നത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് കൊണ്ടുവരാം. അപ്പോൾ ഇതാ ഞാൻ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ തന്നെ കുഴച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ഓയിൽ അതിൻ്റെ പുറകെ ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് നന്നായിട്ടൊന്നും കൂടി പ്രസ് ചെയ്തിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ വീണ്ടും ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മേൽഭാഗത്ത് കുറച്ച് എണ്ണ ഇതാക്കിയിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് മൂടി വെക്കാം. ആ ഒരു സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില അതിലേക്കൊന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. കടുവൊന്നും ഇടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു നോർത്ത് ഇന്ത്യൻ റെസിപ്പിയാണ്, അതുകൊണ്ട് നമ്മളിതിലേക്ക് ജീരകമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ വേഗം ഒന്ന് വാടിക്കിട്ടെ നമുക്ക് കുറച്ച് ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചോപ്പറൊക്കെ ഉണ്ടെങ്കിൽ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഉള്ളി ഒന്ന് ചോപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഉള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ പേസ്റ്റ് ആക്കിയിട്ട് ചേർക്കുന്നതാണ്. അല്ലെങ്കിൽ ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് നഷ്ടമാവും. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ചെറിയ ടീസ്പൂൺ ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 1/4 ടീസ്പൂണിനേക്കാളും കുറഞ്ഞ അളവിൽ. അതുപോലെ തന്നെ അത്രയും അളവ് തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് ഒരു 1/4 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ജീരകപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടുന്നത് നമുക്ക് ചിക്കൻ മസാലയാണ്. അതും നമുക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഗരം മസാല ആഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ഒരു 1/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പിന്നെ ചിക്കൻ മസാല ഇട്ടതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. ഇനി നമുക്ക് വേണ്ടുന്നത് കടലമാവാണ്. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ തീയൊക്കെ ഒന്ന് നന്നായിട്ട് കുറച്ച് വെക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ എല്ലാം കൂടി അങ്ങ് കരിഞ്ഞു പോകും. പ്രത്യേകിച്ചിട്ട് പൊടിയിടുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം നമ്മൾ തീ വെക്കേണ്ടുന്നത്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് അരിഞ്ഞതും കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉള്ളി ഇതൊന്നും നന്നായിട്ടൊന്നും വാടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് തോന്നിയത് കൊണ്ടാണ് ചേർത്ത് കൊടുത്തത്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ അതിൻ്റെ ആ ഫില്ലിങ്ങിൻ്റെ ഇടയിൽ നമുക്ക് കടിക്കാൻ കിട്ടണം. അതാണ് അതിൻ്റെ കറക്റ്റ് ടെക്സ്ചർ. അപ്പോൾ ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കൊന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഉള്ളി വാടേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ആ ഒരു പച്ചമണം മാറിയാൽ മതി നമ്മളെ പൊടീൻ്റെ ഒക്കെ. അപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ ഇത് തണുക്കാൻ വെക്കണം നന്നായിട്ട്. തണുക്കാൻ വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ആ മാവിൻ്റെ ഉള്ളിൽ ഇത് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇതാ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇരിക്കും തോറും നമ്മൾക്ക് അറിയാം ചപ്പാത്തീൻ്റെ മാവൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവും എന്നുള്ളത്. നല്ല സോഫ്റ്റാണ് ഇതിപ്പോൾ. ഇനി നമുക്ക് എത്രത്തോളം ഇത് വേണോ സ്നാക്ക് വേണോ അതിനനുസരിച്ചിട്ട് ബോളുകളാക്കി വെക്കാം. അപ്പോൾ ചെറിയ ചെറിയ ബോളാക്കിയിട്ടാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് 6 എണ്ണത്തിനുള്ള ഇതാണ് ഞാനിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിത് 6 ബോളുകളാക്കിയിട്ട് ഇങ്ങനെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ചപ്പാത്തി പലക വെച്ചിട്ട് ഓരോന്നും ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ പൊടി യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ പൊടി വെച്ചിട്ടല്ല, സാധാരണ നമ്മൾ ഇത് എണ്ണയൊക്കെ കുഴച്ചുകൊണ്ട് തന്നെ നമുക്ക് പൊടിയില്ലാതെ തന്നെ ഇതുപോലെ പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അധികം വലിയ ചപ്പാത്തിൻ്റെ സൈസിലൊന്നുമല്ല പരത്തുന്നത്, ഒരു ചെറിയൊരു പൂരീൻ്റെ ആ ഒരു സൈസിലാണ് നമ്മൾ പരത്തിയെടുക്കുന്നത്. അപ്പോൾ നല്ല നേരിയതായിട്ട് പരത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നേരിയതായിട്ട് പരത്താം, അല്ലെങ്കിൽ കുറച്ച് തിക്കായിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഞാൻ കുറച്ച് പക്ഷേങ്കിൽ നേർങ്ങനെയാണ് പരത്തിയിരിക്കുന്നത്. ഇനി നമുക്കതിൽ ഒരു 2 ടീസ്പൂൺ നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്ങും കൂടി നിറച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇതിൻ്റെ മേലേക്ക് പരത്തണം. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇത് മൂടി വെച്ചിട്ട് നമുക്ക് ഒന്നും കൂടി ഒരു ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ ഇത് പരത്തിയെടുക്കാം.
അപ്പോൾ ഇത് പരത്തുന്ന സമയത്ത് നമ്മൾ നേരിയതായതുകൊണ്ട് പിന്നെ മാവ് ചിലപ്പം പുറത്ത് വരാൻ സാധ്യതയുണ്ട്. നല്ല കട്ടിയിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാവൊന്നും പുറത്ത് വരില്ല. പക്ഷേങ്കിൽ ഞാനിതാ കുറച്ച് നേർങ്ങിനാക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ഞാൻ മസാല ആക്കിയ ആ ഒരു ഇതിൽ തന്നെയാണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ തീ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കൂടാതിരിക്കാൻ ശ്രദ്ധിക്കുക. തീ കൂടുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ളിലുള്ള ഫില്ലിങ് റെഡി ആയതാണെങ്കിലും പുറമേയുള്ള ആ ഗോതമ്പ് നമുക്ക് ഒന്ന് കുക്കായിട്ട് തന്നെ കിട്ടണം. അപ്പോൾ തിരിച്ചും മറിച്ച് കൂട്ടിയിട്ട് നമ്മൾ ഒരു 3-4 മിനിറ്റ് ഇതുപോലെ നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടണം. അപ്പോൾ ആ ഗോതമ്പൊക്കെ നന്നായിട്ടൊന്ന് നമുക്ക് വെന്ത് കിട്ടണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. വൈകുന്നേരത്തെ ചായക്കായാലും രാവിലെ ആയിക്കഴിഞ്ഞാലും നമുക്കിത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ ഫില്ലിങ്ങിൻ്റെ ഉള്ളിൽ നമുക്ക് വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. വെറും ഉള്ളി മാത്രമേ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ. അതുപോലെ പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും. പച്ചമുളകും തീരെ ചേർക്കുന്നില്ല. നമ്മൾ ആ ഒരു പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഓരോ ഭാഗം ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ട് ഞാൻ ഇത് കോരിയെടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾക്ക് 3 എണ്ണമാണ് ഇതിൽ തയ്യാറാക്കാൻ പറ്റിയത്. ഇനി കണ്ടോ ഇതിൻ്റെ എണ്ണ കണ്ടോ, ഇതിൽ ഇത്രയും എണ്ണ കുടിച്ചിട്ടുള്ളൂ ഇതിന്. ഇനി നമുക്ക് പിന്നെ ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഞാൻ ഷാലോ ഫ്രൈ മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് നോക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിങ്ങനെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നല്ലൊരു സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഞാനിത് 6 എണ്ണം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊന്ന് പൊട്ടിച്ച് നോക്കാം. പൊട്ടിച്ച് നോക്കുമ്പോൾ പുറം ഭാഗം നല്ല ക്രിസ്പിയാണ്. അതുപോലെ ഉള്ളിൽ ആ ഫില്ലിങ്ങൊക്കെ ഉള്ളിൻ്റെ ഒരു ഫില്ലിങ്ങൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. കണ്ടോ നല്ല ചൂടുണ്ട്. ചൂടോടുകൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ചൂടുള്ള ചായേൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണിത്. പ്രത്യേകിച്ച് നമ്മൾ ഗോതമ്പൊക്കെ എടുക്കുന്നത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഗോതമ്പ് തന്നെ എടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് മൈദപ്പൊടി താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൈദപ്പൊടിയിൽ ചെയ്യാം. പക്ഷേ മൈദപ്പൊടി നമുക്ക് പരത്തുമ്പോൾ കുറച്ച് വലിഞ്ഞ് കിട്ടും. ആ ഒരു ഷേപ്പൊന്നും കിട്ടുമൊന്നുമില്ല. ഈ ഗോതമ്പ് പൊടി എടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുറത്ത് നല്ലൊരു മധുരം കിട്ടും. ഗോതമ്പ് പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ. കുറച്ച് നല്ല മധുരമായിരിക്കുമല്ലോ. അപ്പോൾ കഴിക്കുന്ന സമയത്ത് ഗോതമ്പ് പൊടിയിൽ ഉണ്ടാക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടുക. എല്ലാ സമയത്തും നിങ്ങൾ ചിക്കനും ബീഫും മുട്ടയൊക്കെ വെച്ചിട്ടായിരിക്കുമല്ലോ ഫില്ലിങ് തയ്യാറാക്കുന്നത്. എപ്പോഴെങ്കിലും ഒരിക്കലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ചിക്കനോ മീനോ മുട്ടയൊന്നും ഇല്ലാത്തൊരു സമയത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു സിമ്പിളായിട്ടൊന്ന് ഫില്ലിങ് ഒന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്ക്. നല്ല ടേസ്റ്റി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പി നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്